ഹായ് ഫ്രണ്ട്സ്, കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കേരള യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ സൈറ്റിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും അടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ പേജിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് കാണാൻ പറ്റും. കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻ, ഇന്ന കോഴ്സ് കോളേജിൽ കിട്ടിയിട്ടുണ്ടെന്നും ഇല്ലെങ്കിൽ സോറി കിട്ടിയിട്ടില്ല എന്നും കാണിക്കും. അപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ, ചിലവർക്ക് ഇഷ്ടപ്പെട്ട ഫസ്റ്റ് ഓപ്ഷൻ ഇഷ്ടപ്പെട്ട കോളേജ് കോഴ്സായിരിക്കും, മറ്റു ചിലർക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കില്ല, താഴെയുള്ള ഓപ്ഷൻസ് ആയിരിക്കാം. ഏതും ആവട്ടെ, അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ ഫീ പേ ചെയ്യേണ്ടതാണ്. ഫീ പേ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് 28 ലാസ്റ്റ് ഡേറ്റ് ഫോർ അഡ്മിഷൻ ഫീ പേയ്മെൻറ്റ് ഓർ യൂണിവേഴ്സിറ്റി മാൻഡേറ്ററി ഫീ അടക്കാനുള്ള ഡേറ്റാണ് ഈ പറയുന്നത്. ജൂൺ 28 അതിനുശേഷം ജൂൺ 29 സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രഖ്യാപിക്കും. സെക്കൻഡ് അലോട്ട്മെൻറ്റും കൂടി കഴിഞ്ഞിട്ടേ കോളേജ് ജോയിനിങ് ആവശ്യമുള്ളൂ. ഇപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ ഇഷ്ടപ്പെട്ടതാവട്ടെ അല്ലാതാവട്ടെ മാൻഡേറ്ററി ഫീ അടച്ചുകൊണ്ട് വെയിറ്റ് ചെയ്യുക. സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ ഇപ്പോൾ കിട്ടിയത് തന്നെയാണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതേ കോളേജിൽ പോയി കോളേജ് ഫീയും അടച്ച് അഡ്മിഷൻ എടുക്കുക. അതല്ല, ഓൾറെഡി നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതിലൊരിക്കലും മാറ്റം ഉണ്ടാവില്ല. സെക്കൻഡ് അലോട്ട്മെൻറ്റ് അത് തന്നെ ആയിരിക്കും. എന്നാൽ ഇപ്പോൾ 5ാമത്തെ ഓപ്ഷനൊക്കെ കിട്ടിയിട്ടുള്ളതെങ്കിൽ ഒരുപക്ഷെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് നമുക്ക് മുകളിലുള്ള ഏതെങ്കിലും ഓപ്ഷൻ വന്നേക്കാം. താഴത്തേതല്ല ഇപ്പം തന്നെ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ മുകളിലുള്ള ഓപ്ഷൻ മാറി വരുവാണെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ലേറ്റസ്റ്റായി കിട്ടിയിരിക്കുന്ന കോളേജിലാണ് അഡ്മിഷൻ എടുക്കേണ്ടത്. ഇപ്പോൾ കിട്ടിയതിൽ ഇത് മാറി സെക്കൻഡ് അലോട്ട്മെൻറ്റ് വേറെ വരുവാണെങ്കിൽ ലേറ്റസ്റ്റായി എടുത്ത് പോയിട്ട് നമ്മൾ അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ഹയർ ഓപ്ഷൻ ഉള്ളവർക്ക് അങ്ങനെ മാറി കിട്ടുള്ളൂ. ഫസ്റ്റ് ഓപ്ഷനൊക്കെയാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളവർക്ക് മാറ്റം വരാനൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയവർ ഫീസ് അടച്ച് വെയിറ്റ് ചെയ്യുക, അത്രേ പറയാനുള്ളൂ. കിട്ടാത്തവർ വിഷമിക്കേണ്ട കാര്യമില്ല. എന്തായാലും യൂണിവേഴ്സിറ്റിയിലേക്ക് ഇനി നമ്മുടെ ഡിഗ്രി ഓപ്ഷൻസ് ഒന്നും ആഡ് ചെയ്യാനൊന്നുമുള്ള പ്രൊവിഷനില്ല. ഉള്ള ഓപ്ഷൻ അവിടെ വെച്ചിരിക്കുക, അത്രേ ജനറലായി ചെയ്യാനുള്ളൂ. ഇനി ഏതെങ്കിലും വേണ്ടാന്നുണ്ടെങ്കിൽ ഡിലീറ്റിങ്ങിനുള്ള പ്രൊവിഷൻ തന്നേക്കാം. എന്തായാലും അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം അത് ഡീറ്റെയിലായി അറിയാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഒരു കാര്യം നിങ്ങൾ അറിയേണ്ടത്, ഈ അലോട്ട്മെൻറ്റ് കിട്ടിയ പല കുട്ടികളും യൂണിവേഴ്സിറ്റി ഫീ അടക്കില്ല. പലരും എഞ്ചിനീയറിംഗ് മെഡിക്കൽ ഫീൽഡിലേക്കൊക്കെ പോകുന്നവരായിരിക്കും. അങ്ങനെ പലരും അല്ലെങ്കിൽ ഹയർ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യുന്നവരുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പം ഇപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടാത്തവർക്ക് വരുന്ന അലോട്ട്മെൻറ്റുകളിലൊക്കെ കിട്ടാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടാതെ കുട്ടികൾ വിഷമിക്കേണ്ട, വെയിറ്റ് ചെയ്യുക, അത്രേ പറയാനുള്ളൂ. അലോട്ട്മെൻറ്റ് കിട്ടാത്തവർ യൂണിവേഴ്സിറ്റി ഫീ ഒന്നും മാൻഡേറ്ററി ഫീ ഒന്നും അടക്കണ്ട, ജസ്റ്റ് വെയിറ്റ് ചെയ്യുക, അത്രേ പറയാനുള്ളൂ. എന്നാൽ അലോട്ട്മെൻറ്റ് കിട്ടിയവരാണെങ്കിൽ ഫീ അടച്ചിട്ട് വെയിറ്റ് ചെയ്യുക, അത്രയാണ് പറയാനുള്ളത്. കോളേജ് ജോയിനിങ് ഇപ്പോഴില്ല, സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം നോക്കാം. അതിന് ശേഷവും അലോട്ട്മെൻറ്റുകളുണ്ട്. എന്തായാലും അലോട്ട്മെൻറ്റ് കിട്ടിയവർക്ക് അഭിനന്ദനങ്ങൾ, കിട്ടാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വരും അലോട്ട്മെൻറ്റുകൾ നിങ്ങൾക്ക് കിട്ടും തീർച്ചയായിട്ടും. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു.